കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ള ഷൈനിയും 2 പെൺമക്കളും നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ മരിക്കുന്നതിന് തലേ ദിവസവും വിളിച്ചിട്ട് ഈ പറയുന്ന നീ നിന്റെ 2 പെൺമക്കളുമായി പോയി ചാവടി എന്നൊരു ഭർത്താവ് പറയുന്ന സമയത്തും അതിനപ്പുറത്തേക്ക് ആ സ്ത്രീ അനുഭവിച്ചിരുന്ന മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള പീഡനങ്ങളും വ്യതകളും ഒക്കെ കാരണമാണ് ആ സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ട സമയത്ത് പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഈ പ്രേരണാകുറ്റവും ബാക്കി കാര്യങ്ങളും ചുമത്തിക്കൊണ്ടാണ് അയാളെ ഈ പറയുന്ന 28 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അയാളെ ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. നോബി ലൂക്കോസ് ഭർത്താവായിട്ടുള്ള വ്യക്തിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഉള്ള കേസുകൾ കാണുന്ന സമയത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് മരിക്കാനിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുണ്ടെങ്കിൽ ദയവായി ഈ വാർത്തകളൊന്ന് കണ്ട് ശ്രദ്ധിക്കുക. ഒന്നേ നിങ്ങൾക്ക് പണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന അധികാര പദവിയിലിരിക്കുന്ന വ്യക്തികളൊക്കെ വേണം സഹായിക്കാനും ബാക്കി കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിപ്പോവും. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, നമ്മൾ എത്രത്തോളം ദ്രോഹിച്ചു കഴിഞ്ഞാലും പണവും പദവിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. നല്ലൊരു വക്കീലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിന് പിന്നീട് ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, നമ്മൾ മരിച്ചാലും ജീവിച്ചാലും ഒന്നും ഇല്ല എന്ന് വിചാരിച്ചു കഴിയുന്ന ഇതുപോലുള്ള ക്രൂരന്മാർക്ക് വേണ്ടിയിട്ട് എന്തിന് നമ്മൾ പാവം കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊന്നിട്ട് നമ്മളും ചാവണമെന്ന് ഒന്നല്ല 10 തവണ ചിന്തിച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാഠം ഇതൊക്കെയാണ്.